ഡിയർ ഫ്രണ്ട്സ്, മറ്റു പഴങ്ങളുമായി നോക്കുമ്പോൾ നമ്മുടെ ചക്കയിൽ താരതമ്യേന രോഗങ്ങൾ ബാധിക്കുന്നത് കുറവാണ്. അതായത് ഫ്രൂട്ട് ഫ്ലൈയുടെ ആക്രമണവും ബാർക്ക് ബൊറയർ എന്ന കീടത്തിൻ്റെ ആക്രമണം ഒഴിച്ചാൽ വലിയ രീതിയിൽ രോഗങ്ങൾ ചക്കയെ ബാധിക്കാറില്ല. എങ്കിലും മഴക്കാലത്ത് പ്ലാവിനെ ആക്രമിക്കുന്ന ഫംഗൽ പിങ്ക് എന്ന രോഗവും അപൂർവമായി കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ചക്കയിൽ പുതിയൊരു ഫംഗസ് രോഗത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മുടെ നിറയെ ചക്കയുള്ള ഈ വിയറ്റ്നാം സൂപ്പറുകളി പ്ലാവിനെയും ബാധിച്ചിട്ടുണ്ട്. അതായത് കരിമ്പൂപ്പൽ രോഗം. നിരവധി വിളകൾക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന ഈ ഫംഗൽ രോഗം പഴുക്കാത്ത ചക്കയിലാണ് കാണുന്നത്. അതിനാൽ ഇപ്പോൾ ഈ കണ്ടെത്തിയിരിക്കുന്ന ഈ ഫംഗൽ ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ കീടകുമിൾനാശിനി പ്രയോഗം. ചെടികൾക്കോ പഴത്തിനോ പരിസ്ഥിതിക്കോ യാതൊരു വിധത്തിലും ദോഷമുണ്ടാകാതെ ഇലപ്പേനുകൾ, പുള്ളുവണ്ടുകൾ, കായ്തുരപ്പൻ തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ ജൈവ കീടനാശിനിയായ വെളുത്തുള്ളി വേപ്പെണ്ണ എമൽഷനാണ് നമ്മുടെ ചക്കയിലെ ഫംഗൽ ആക്രമണത്തെ ചെറുക്കാൻ സ്പ്രേ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീടുകളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ജൈവ കീടനാശിനിയിലെ പ്രധാന ചേരുവകൾ വേപ്പെണ്ണയും അലക്കു സോപ്പും വെളുത്തുള്ളിയുമാണ്. തയ്യാറാക്കുന്ന രീതി നമുക്കൊന്ന് കാണാം. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം അലക്ക് സോപ്പ് ചീകിയിട്ട് നല്ലവണ്ണം പതപ്പിച്ചെടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന നല്ല സോഫ്റ്റായ ശബരി അലക്ക് സോപ്പാണ്. ഇൻസ്റ്റൻ്റായി തയ്യാറാക്കുന്നത് കൊണ്ട് കൈകൊണ്ട് കലക്കി പതപ്പിക്കുന്നത്. അല്ലെങ്കിൽ തലേ ദിവസം 1 ലിറ്റർ വെള്ളത്തിൽ സോപ്പ് പീസുകളായി ചെത്തിയിട്ടാൽ മതിയാവും. പിന്നീട് 5-10 വെളുത്തുള്ളി അല്ലികളും ഇതുപോലെ ചതച്ച് സോപ്പ് ലായനിയിൽ ചേർത്ത് ഇളക്കി പതപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു 20 ml വേപ്പെണ്ണ സാവധാനത്തിലൊഴിച്ച് മിക്സ് ചെയ്ത് ഒരു 1/2 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ച് യോജിപ്പിച്ച് നല്ല പാൽ നിറമായ മിശ്രിതം അരിച്ചെടുത്ത ലായനിയാണ് ഈ വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ. തുടർ വീഡിയോ നമുക്കൊന്ന് കാണാം. അങ്ങനെ തയ്യാറാക്കി ലായനി 1 ലിറ്ററിൻ്റെ എയർ പമ്പ് സ്പ്രെയറിൽ ഒഴിച്ച് നമുക്ക് ഗാർഡൻ സ്പ്രെയറായോ അല്ലെങ്കിൽ പഴത്തോട്ടങ്ങളിലെ കീടകുമിൾനാശിനിയായോ ഉപയോഗിക്കാം. ഈ എയർ പമ്പ് സ്പ്രെയർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലായനി സ്പ്രെയറിൻ്റെ 1/4 ഭാഗം മാത്രം നിറച്ചാൽ മതിയാവും. എയർ പ്രഷർ ചെയ്യിക്കാൻ ഒരു സ്പേസ് ആവശ്യമാണല്ലോ. അതായത് ഈ ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് കംപ്രസ് ചെയ്യിപ്പിച്ചാലേ നോസിലൂടെ ലായനി സ്പ്രേ ആവുകയുള്ളൂ. ഈ കീടകുമിൾനാശിനി പ്രയോഗത്തിലൂടെ പ്രതീക്ഷിച്ച ഫലം കിട്ടുമെന്ന് ഉറപ്പോടെ
നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.